വീട്ടിൽ നിന്ന് ഫൈസൽ കൂടി ചേരുന്നുണ്ട്. ഫൈസൽ, അവിടെയും പരിശോധന കുറെ സമയം തുടരുകയാണോ? നിഷാദ്, ഏതായാലും ഇഡിയുടെ പരിശോധന ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഇഡി എത്തിയേക്കും എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് SIT പ്രതി ചേർത്ത ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് തന്ത്രി കണ്ഠരര് രാജീവൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങിയവ കണക്കിലെടുത്താണ് അദ്ദേഹത്തെ പ്രതി ചേർത്തത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം SIT ഇവിടെ എത്തി നിരവധി രേഖകളൊക്കെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സാമ്പത്തിക രേഖകളും അതുപോലെ ഫോൺ കോളുകളും മറ്റ് കാര്യങ്ങളൊക്കെ ഇവരുടെ കുടുംബത്തിന്റെ സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായ രീതിയിൽ പരിശോധിച്ച് SIT അതിന്റെ രേഖകളൊക്കെ പരിശോധിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമല സ്വർണ്ണക്കപ്പാളി കേസിലെ ഒരു പ്രതിപട്ടികയിലുള്ളതാണ് തന്ത്രി കണ്ഠരര് രാജീവൻ. അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടത്താനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും അത് തള്ളിക്കളയാൻ സാധിക്കില്ല. അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ ഇന്ന് ചിലപ്പോൾ റെയ്ഡ് നടക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഉണ്ട്. നിഷാദ്.